പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച കോൺഗ്രസ് എം പി ശശി തരൂർ. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയമാണ് ശരിയെന്ന് ശശി തരൂർ പറഞ്ഞു. ഡൽഹിയിൽ റൈസ് ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു തരൂർ. Was one person in the parliamentary debate who actually criticized the Indian position at the time, back in February 22, on the well-worn grounds, and Espen will understand because he and I talked about all this in my UN days, that there was a violation of the UN Charter, that there had been a violation of the principle of the inviolability of borders, of the sovereignty of a member state, namely Ukraine, and we had always stood for the inadmissibility of the use of force to settle international disputes, and all of those principles, I said, had been violated by one party, and we should have condemned it. Well, a couple of years later, 3 years later, it does look like I'm the one with egg on my face, because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places. And therefore, India is in a position where it can make a difference to a lasting peace, if it was so required, in ways that very few countries would be able to. വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിക്കുകയാണ് ശശി തരൂർ എം പി. ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ, ഈ ഒരു പാർട്ടിയെ വെട്ടിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഡൽഹിയിൽ റായ്സിന ഡയലോഗ്സിലായിരുന്നു ശശി തരൂരിന്റെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ അദ്ദേഹം പ്രശംസിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും യുക്രൈൻ, അതോടൊപ്പം തന്നെ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സ്വീകരിച്ച നിലപാടിനെയാണ് അദ്ദേഹം പ്രശംസിച്ചതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മോദി സ്വീകരിച്ച നയമാണ് ശരിയെന്നാണ് തരൂർ പറഞ്ഞത്. കൂടാതെ രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താനായി മോദിക്ക് കഴിഞ്ഞു. മോദിയുടെ നയത്തെ താൻ ഒരു ഘട്ടത്തിൽ എതിർത്തത് അത് വലിയൊരു അബദ്ധമായി പോയി എന്നാണ് തരൂർ പ്രതികരിച്ചത്. കൂടാതെ രണ്ട് രാജ്യങ്ങളുമായും സംസാരിക്കാനുള്ള ഇടം മോദി നേടിയെടുത്തു എന്നാണ്. ഇന്ന് ആ ഇടം എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാനുള്ള ഇടം അല്ലെങ്കിൽ ഒരു സാഹചര്യം മോദിക്കുണ്ട് എന്നാണ് തരൂർ പറഞ്ഞത്. എന്തായാലും തരൂരിന്റെ പ്രശംസ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. BJP അടക്കം അദ്ദേഹത്തിന് പ്രശംസ സമൂഹ മാധ്യമത്തിൽ അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തരൂരിനെ ടാഗ് ചെയ്തുകൊണ്ട് തന്നെ എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പരാമർശത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ശശി തരൂർ നേരത്തെ ട്രംപുമായി ബന്ധപ്പെട്ട മോദിയുടെ കൂടിക്കാഴ്ചയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആവില്ലെന്ന ഒരു കാര്യം നേരത്തെ തരൂർ പറഞ്ഞത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഒരു പ്രതികരണവുമായി, ഇതിൽ വിമർശനവുമായെല്ലാം തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പരാമർശം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു വെട്ടിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് കൂടുതൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും പ്രതികരണങ്ങളെല്ലാം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ BJP അത് വലിയ രീതിയിൽ തന്നെ പ്രചരണായുധമാക്കുകയാണെന്നതും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം ശശി തരൂരിന്റെ ഈ പരാമർശം ട്വീറ്റ് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഉണ്ണി, തീർച്ചയായും ഇതുപോലെ നേരത്തെയും നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് MP ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ ഒരു വീഡിയോ അടക്കം തന്നെ ഈ BJP വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പരാമർശം എന്ന് പറയുന്നത് ഈ ട്രംപുമായൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. മോദിയുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച അദ്ദേഹം ആ കൂടിക്കാഴ്ച പ്രശംസിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞത് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആവില്ലെന്നാണ് പറഞ്ഞത്. ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു അന്ന് ശശി തരൂർ വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. കൂടാതെ ഈ അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട് കാലിൽ ചങ്ങലയിട്ട് അയക്കുന്നത് ശരിയല്ലെന്ന് മോദി കൂടിക്കാഴ്ച പറഞ്ഞിട്ടുണ്ടാവും എന്നും തരൂർ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അതിന് പിന്നാലെ വീണ്ടും ഒരു പരാമർശവുമായി വരുന്നു. ഈ യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് മോദി സ്വീകരിച്ച നിലപാട് ശരിയെന്നൊരു കാര്യമാണ് പ്രധാനമായും പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം വലിയ രീതിയിൽ തന്നെ പ്രചരണായുധമാക്കാം, കോൺഗ്രസിന് നേരെ അല്ലെങ്കിൽ UDF നേരെ പ്രചരണായുധമാക്കാൻ ഒരു രാഷ്ട്രീയപരമായി തന്നെ കൊണ്ടുവരികയാണ് BJP എന്ന് പറയുന്നത്. എന്തായാലും BJP സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ശശി തരൂരിൻ്റെ പരാമർശമടക്കം ട്വീറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ട്. എന്തായാലും ആ പരാമർശം കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിന് പ്രതികരിക്കാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. ശരി, വ്യക്തമാണ് ഉണ്ണി.